ലിസ്റ്റിൽ രണ്ടാമതായി ബെൻ ഓവൻ. ഒരു പതിറ്റാണ്ടിലധികം US നേവി സീലിന്റെ ഭാഗമായിരുന്നു ഇദ്ദേഹം. നേവിയിലെ സേവനാന്തരം അദ്ദേഹത്തിന്റെ അങ്കിളായ ലൂയിസ് ഓവന്റെ പിൻഗാമിയായി സ്കീ ഓവൻ എന്ന ന്യൂജേഴ്സിയിലെ തന്നെ ഏറ്റവും വലിയ ജെറ്റ് സ്കീ ഡീലർഷിപ്പ് കമ്പനിയിലെ CEO ആയി നിയമിക്കപ്പെട്ടു. നേവിയിൽ മാത്രമല്ല, ബിസിനസ്സിലും തന്റെ പ്രാഗൽഭ്യം തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിയും. കൂടാതെ വേർട്ടെക്സ് ഹൈഡ്രോസ്പോർട്സ് INC എന്ന മറ്റൊരു കമ്പനിയുടെ ഉടമസ്ഥനും കൂടിയാണ് ഇയാൾ ഇപ്പോൾ. അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാൻ ആണെങ്കിലും അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി ധാരാളം ഊഹാപോഹങ്ങളും ആരോപണങ്ങളും കേൾക്കുന്നുണ്ട്. സി കോർപ്പിന്റെ വൺ ഓഫ് ദ ബോർഡ് മെമ്പർ കൂടിയാണ് ബെൻ ഇപ്പോൾ. പൊതുസമൂഹത്തിന് മുമ്പിൽ ക്ലീൻ ഇമേജ് ആണെങ്കിലും ഈ യുവ ബിസിനസ്സുകാരൻ FBI, ഇന്റർപോൾ, യൂറോപോൾ എന്നിങ്ങനെ ദേശീയ അന്തർദേശീയ കുറ്റാന്വേഷണ ഏജൻസികളുടെ സംശയത്തിന് നിഴലിലാണ്. സി സിൻഡിക്കേറ്റിന്റെ പല ഓപ്പറേഷൻസിലും ബെൻ ഓവന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നാണ് പല അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും സാക്ഷ്യം. അവയിൽ ചിലതാണ്: 2018 ബെൽഗ്രേഡിൽ വെച്ച് നടന്ന ആയുധ കൈമാറ്റം. അതിവിജനമായ ആ ദ്വീപിൽ എത്തിപ്പെടാൻ തക്കതായ യാത്രാ സംവിധാനങ്ങൾ ബെൻ ഓവന് സ്വന്തമാണ്. 2020 ഒരു CIA ഏജന്റിന്റെ തിരോധാനത്തിലും ബെന്നിന് പങ്കുണ്ട് എന്നാണ് പല ഭാഗത്തു നിന്നും ഉയർന്ന സംശയം. 2021 ബ്രൂസസിൽ വെച്ച് നാറ്റോ സൈബർ സെക്യൂരിറ്റി ചീഫ് മിസ്റ്റർ ലെവി മാർട്ടിസിനെ അഭയപ്പെടുത്താൻ ശ്രമിച്ചതിന് പിന്നിലും ബെന്നിന്റെ സാന്നിധ്യം ചിലർ പ്രകടിപ്പിക്കുന്നു. 2022 അൽബേനിയയിൽ US അംബാസഡറിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ബെൻ ഓവൻ സംശയത്തിന് നിഴലിലാണ്. എന്നാൽ ബെന്നിന് നേരെ അതിശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തിയത് 2024 ജനുവരിയിൽ കസഖിസ്ഥാനിൽ വെച്ച് നടന്ന ഉപഗ്രഹ വിക്ഷേപണം ഹൈജാക്ക് ചെയ്തു എന്ന ആരോപണത്തിന്മേലാണ്. ഈ സംഭവം അരങ്ങേറിയതിന് പിന്നാലെ ഇന്റർപോൾ അതിശക്തമായ അന്വേഷണമാണ് ബെൻ ഓവനും അദ്ദേഹത്തിന്റെ കമ്പനിയായ വേർട്ടെക്സ് ഹൈഡ്രോസ്പോർട്സിന് നേരെ നടത്തുന്നത്. ഫോർമർ നേവി സീൽ ഏജന്റ് ബെൻ ഓവൻ, കോഡ് നെയിം ദ റീപ്പർ.